ഹായ്, ഇന്ന് ഈ ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഹാഡ് അതുപോലെ തന്നെ ഹാഡ് പ്ലസ് V3 ഈ രണ്ട് യൂസുകളാണ് ഞാൻ ഇന്ന് ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ വെൽക്കം ടു എ ന്യൂ ക്ലാസ്, വെൽക്കം ടു ഷിഹാബ്സ് വ്ലോഗ്സ്. ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ വാച്ച് ചെയ്യുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ഐക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഈ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഹാഡ് എന്നതിൻ്റെ ഉപയോഗമാണ്. ഹാഡ് മീൻസ് ഉണ്ടായിരുന്നു എന്നാണ്. ഹാഡ് പ്ലസ് നൗൺ ഓർ അഡ്ജക്റ്റീവ്. ഹാഡ് മീൻസ് ഉണ്ടായിരുന്നു, എ പൊസഷൻ ഇൻ ദ പാസ്റ്റ് ആണ്. മുമ്പ് നമ്മുടെ കൈവശം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഹാഡ് ഉപയോഗിക്കുക. ഇപ്പൊ ഹാഡ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ സിംഗുലർ പ്ലൂരൽ എന്നുള്ള ഒരു ചിന്തേൻ്റെ ആവശ്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് നമുക്ക് ഹാഡ് മാത്രമാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് സിംഗുലറോ പ്ലൂരലോ നോക്കേണ്ടതില്ല. അപ്പോൾ ലെറ്റ്സ് ലുക്ക് അറ്റ് സം എക്സാമ്പിൾസ്. ഓക്കെ, ഹി ഹാഡ് എ കാർ 2 years ago. ഹി ഹാഡ് എ കാർ 2 years ago. 2 വർഷം മുമ്പ് അവന് കാർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവൻ്റെ അടുത്ത് ഒരു കാർ ഉണ്ടായിരുന്നു. ഹി ഹാഡ് എ കാർ 2 years ago. ഐ ഹാഡ് ഡ്യൂട്ടി യെസ്റ്റർഡേ. ഇന്നലെ എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഐ ഹാഡ് ഡ്യൂട്ടി യെസ്റ്റർഡേ. ആൻഡ് ദേ ഹാഡ് ബിസിനസ് ഹിയർ. അവർക്ക് ഇവിടെ ബിസിനസ് ഉണ്ടായിരുന്നു. അപ്പൊ ദേ ഹാഡ് മീൻസ് അവർക്ക് ഉണ്ടായിരുന്നു എന്നാണ് അവിടെ ആശയം വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് മാറ്റുമ്പോൾ ഉണ്ട് എന്ന് പറയാൻ എപ്പോഴും ഹാവ് ആണ് ഉപയോഗിക്കുക. അപ്പൊ അതിന്റെ പാസ്റ്റ് ഫോം ഡിഡ് അവിടെ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. അപ്പൊ ഡിഡ് പ്ലസ് ഹാവ് ആണ് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യനിലേക്ക് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഡിഡ് യു ഹാവ് എന്നാണ് ചോദ്യത്തിലേക്ക് വരും. ദാറ്റ് മീൻസ് ഉണ്ടായിരുന്നോ. ഡിഡ് യു ഹാവ് ക്ലാസ് യെസ്റ്റർഡേ. ഇന്നലെ നിനക്ക് ക്ലാസ് ഉണ്ടായിരുന്നോ. ഡിഡ് ഹി ഹാവ് എ കാർ 2 years ago. 2 വർഷം മുമ്പ് അവന് കാറ് ഉണ്ടായിരുന്നോ. ഡിഡ് ദേ ഹാവ് എ മീറ്റിംഗ് യെസ്റ്റർഡേ. ഇന്നലെ അവർക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നോ. അപ്പൊ ഡിഡ് പ്ലസ് ഹാവ് വരുമ്പോൾ എന്താ, ഉണ്ടായിരുന്നോ എന്നാണ് വരെ. ഡിഡ് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ഡിഡ് ഫസ്റ്റ് ഉപയോഗിക്കണം. ഹാഡ് ഹി എന്നൊക്കെ മുമ്പ് ഉപയോഗിച്ചായിരുന്നു, പക്ഷെ ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുക, ഹാഡ് എന്നുള്ളതിനെ ക്വസ്റ്റ്യനിലേക്ക് മാറ്റുമ്പോൾ അത് ഡിഡ് പ്ലസ് ഹാവ് ആയിട്ട് ഉപയോഗിക്കണം. അങ്ങനെയാണ് ഡിഡ് യു ഹാവ് ഡ്യൂട്ടി, നിനക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നോ എന്ന് പറയുന്നത്. ഡിഡ് യു ഹാവ് ഡ്യൂട്ടി. ഡു യു ഹാവ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ആണ്. ഇപ്പോൾ ഡ്യൂട്ടി ഉണ്ടോ എന്നാണ്. ഡു യു ഹാവ് ഡ്യൂട്ടി ടുഡേ. ഇന്ന് നിനക്ക് ഡ്യൂട്ടി ഉണ്ടോ. ഡിഡ് യു ഹാവ് ഡ്യൂട്ടി യെസ്റ്റർഡേ. ഇന്നലെ നിനക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നോ. ഡിഡ് യു ഹാവ് ക്ലാസ് യെസ്റ്റർഡേ. ഇന്നലെ നിനക്ക് ക്ലാസ് ഉണ്ടായിരുന്നോ. അപ്പോ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാനാണ് ഡിഡ് പ്ലസ് ഹാവ് ഉപയോഗിക്കുന്നത്, മനസ്സിലാക്കുക. ഇതിന്റെ നെഗറ്റീവ് എന്നുള്ളത് ഡിഡിൻ ഹാവ് ആവും വരാം. അപ്പോൾ ഐ ഡിഡിൻ ഹാവ് ക്ലാസ് യെസ്റ്റർഡേ. ഇന്നലെ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല. ഐ ഡിഡ് നോട്ട് ഹാവ് ക്ലാസ് യെസ്റ്റർഡേ. ദേ ഡിഡിൻ ഹാവ് എ മീറ്റിംഗ് യെസ്റ്റർഡേ. ഇന്നലെ അവർക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നില്ല. ദേ ഡിഡ് നോട്ട് ഹാവ് എന്നുള്ളതിന് ചുരുക്കി നമുക്ക് ഡിഡിൻ ഹാവ് പറയാം. ദേ ഡിഡ്ന്റ് ഹാവ് എ മീറ്റിംഗ് യെസ്റ്റർഡേ. ഇന്നലെ അവർക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നില്ല. ആൻഡ് ഹി ഡിഡ്ന്റ് ഹാവ് എ കാർ 2 years ago. 2 വർഷം മുമ്പ് അവന് കാറ് ഉണ്ടായിരുന്നില്ല. ഹി ഡിഡ്ന്റ് ഹാവ് എ കാർ 2 years ago. അപ്പോൾ ഡിഡ്ന്റ് ഹാവ് മീൻസ് ഉണ്ടായിരുന്നില്ല എന്നാണ്. പാസ്റ്റിൽ അങ്ങനെ ഒരു പൊസഷൻ ഉണ്ടായിരുന്നില്ല എന്നാണ് ആശയം വരുന്നത്. ഹി ഡിഡ്ന്റ് ഹാവ് എ കാർ 2 years ago. 2 വർഷം മുമ്പ് അവന് കാറ് ഉണ്ടായിരുന്നില്ല. ഈ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കാനും ഈ ഒരു ഓക്സിലറി നമുക്ക് സാധിക്കും. ഇപ്പോൾ ഡിഡൻ യു ഹാവ് ക്ലാസ് യെസ്റ്റർഡേ. ഇന്നലെ നിനക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ലേ. ഡിഡന്റ് ദേ ഹാവ് എ മീറ്റിംഗ് യെസ്റ്റർഡേ. ഇന്നലെ അവർക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നില്ലേ. ഡിഡൻ ഹി ഹാവ് എ കാർ 2 years ago. 2 വർഷം മുമ്പ് അവൻ്റെ അടുത്ത് കാറ് ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കാൻ എന്ത് ചെയ്യണം, ഡിഡൻ ഫസ്റ്റ് ഉപയോഗിക്കും. ഡിഡൻ ഹി ഹാവ്, അവൻ ഉണ്ടായിരുന്നില്ലേ. ഡിഡൻ ഹി ഹാവ് ആൻ എക്സാം ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞ ആഴ്ച അവന് എക്സാം ഉണ്ടായിരുന്നില്ലേ. നമുക്ക് WH ഇതിൽ നിന്ന് സാധ്യമാവണം. WH വരുമ്പോൾ എന്തുണ്ടായിരുന്നു, എത്ര ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അതാണ് WH വരുന്നത്. അപ്പൊ WH ഫോർമാറ്റ് നമുക്കറിയാം. WH ഓക്സിലറി സബ്ജക്റ്റ് ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഹൗ മെനി വെഹിക്കിൾസ് ഡിഡ് ഹി ഹാവ് 2 years ago. 2 വർഷം മുമ്പ് അവന് എത്ര വാഹനങ്ങൾ ഉണ്ടായിരുന്നു. ഹൗ മെനി വെഹിക്കിൾസ് ഡിഡ് ഹി ഹാവ് 2 years ago. Then how many exams did you have last week? കഴിഞ്ഞ ആഴ്ച നിനക്ക് എത്ര എക്സാംസ് ഉണ്ടായിരുന്നു. How many exams did you have last week? Then how much salary did he have when he was in that company? അവൻ ആ കമ്പനിയിലായിരുന്നപ്പോൾ how much salary did he have? അവൻ എത്ര സാലറി ഉണ്ടായിരുന്നു. ദാറ്റ് മീൻസ് എത്ര എമൗണ്ട് സാലറി ഉണ്ടായിരുന്നു. How much salary did he have? അവൻ എത്ര സാലറി ഉണ്ടായിരുന്നു.
അപ്പോൾ അവിടെയൊക്കെ മനസ്സിലാക്കണം, നമുക്ക് WH വരുമ്പോൾ എത്ര ഉണ്ടായിരുന്നു, എത്ര എണ്ണം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ആശയം വരുന്നത്. ഹൗ മെനി ഫ്രണ്ട്സ് ഡിഡ് യു ഹാവ് ദർ, നിനക്ക് അവിടെ എത്ര സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, ഹൗ മെനി ഫ്രണ്ട്സ് ഡിഡ് യു ഹാവ് ദർ. നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് ഹാഡ് പ്ലസ് V3 ആണ്. നമുക്ക് ഈ ഒരു സെന്റൻസ് സ്ട്രക്ചർ ഗ്രാമാറ്റിക്കലി നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയാം. ഹാഡ് പ്ലസ് V3 വിച്ച് മീൻസ് ഒരു പ്രവർത്തനം ചെയ്തിട്ടുണ്ടായിരുന്നു, കുറെ മുമ്പ് ചെയ്തതിന് നമ്മൾ ഇപ്പോൾ പറയുമ്പോഴാണ് ഈ ഒരു ആശയത്തിൽ പറയാം. ഫോർ എക്സാമ്പിൾ, ഐ ഹാഡ് വിസിറ്റഡ് ദർ, ഞാൻ അവിടെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് ഡിന്നർ, ഞാൻ ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നു. ബിഫോർ ഹി കെയിം, അവൻ വരുന്നതിന് മുമ്പ്. അപ്പോൾ രണ്ട് പാസ്റ്റ് ആക്ഷൻസ് നമ്മൾ ഒരേ സെന്റൻസിൽ പറയുമ്പോൾ ഏറ്റവും മുന്നേ നടന്നതിന് എന്ത് ചെയ്യണം, പാസ്റ്റ് പെർഫെക്റ്റിൽ പറയണം. ദാറ്റ് മീൻസ് ഹാഡ് പ്ലസ് V3 പറയണം. അപ്പോൾ അവൻ വരുന്നതിന് മുമ്പ് ഞാൻ ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് ഡിന്നർ ബിഫോർ ഹി കെയിം, അവന് വരുന്നതിന് മുമ്പ് ഞാൻ ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നു. ദ മീറ്റിംഗ് ഹാഡ് സ്റ്റാർട്ടഡ് ബിഫോർ വി അറൈവ്ഡ്, ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏറ്റവും മുന്നേ നടന്നത് എന്താ, മീറ്റിംഗ് തുടങ്ങുക എന്നുള്ള, പിന്നെ ഞങ്ങൾ എത്തുന്നത്. അപ്പോൾ ദ മീറ്റിംഗ് ഹാഡ് സ്റ്റാർട്ടഡ് ബിഫോർ വി അറൈവ്ഡ്, ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് മീറ്റിംഗ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് ബിഫോർ വി അറൈവ്ഡ് ദ സ്റ്റേഷൻ, ഞങ്ങൾ സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് ബിഫോർ വി അറൈവ്ഡ് ദ സ്റ്റേഷൻ, ഞങ്ങൾ സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. ചോദ്യം സാധ്യമാണ്, ക്വസ്റ്റ്യൻ സാധ്യമാണ്. അപ്പോൾ ഹാഡ് പ്ലസ് V3 വരുമ്പോൾ നമ്മൾ അതിനെ ഡിഡ് പ്ലസ് ഹാവ് ആയി ഉപയോഗിക്കേണ്ടതില്ല. ഹാഡ് തന്നെയാണ് അവിടെ ഓപ്ഷനിൽ വരിക. വെർബ് ഫോമില് എന്താണ്, ഹാഡ് തന്നെയാണ് ഓപ്ഷനിൽ ആയിട്ട് വരിക. അപ്പോൾ ഹാഡ് ഹി ഹാഡ് ഡിന്നർ ബിഫോർ യു അറൈവ്ഡ്, ഹാഡ് ഹി ഹാഡ് ഡിന്നർ, അവൻ ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നോ ബിഫോർ യു അറൈവ്ഡ്, നീ എത്തുന്നതിന് മുമ്പ്. ആൻഡ് ഹാഡ് ദ മീറ്റിംഗ് സ്റ്റാർട്ടഡ്, മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ, ഹാഡ് ദ മീറ്റിംഗ് സ്റ്റാർട്ടഡ്. ഹാഡ് ദ ട്രെയിൻ ലെഫ്റ്റ്, ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നോ. അപ്പൊ ഹാഡ് ഒക്കെ ഫസ്റ്റ് വരുമ്പോൾ ഉണ്ടായിരുന്നോ എന്നോ. ഹാഡ് ദ ട്രെയിൻ ലെഫ്റ്റ് ബിഫോർ യു അറൈവ്ഡ്, നീ എത്തുന്നതിന് മുമ്പ് ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നോ. അപ്പൊ ഹാഡ് ഫസ്റ്റ് ഉപയോഗിക്കുമ്പോൾ എന്തായി, ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു പ്രവർത്തനം ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നൊരാശയമാണ് വരുന്നത്. ഓക്കെ, നെഗറ്റീവ് വരുമ്പോൾ എങ്ങനെയാണ്, ഹാഡിൻ്റെ ആവും വരിക. ഹാഡ് പ്ലസ് V3 വരുമ്പോൾ ഹാഡിൻ്റെ എന്നാണ് നെഗറ്റീവ് വരിക. ഐ ഹാഡൻ ഹാഡ് ഡിന്നർ, ഞാൻ ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ദേ ഹാഡൻറ്റ് കംപ്ലീറ്റഡ് ദെയർ വർക്ക്, അവരവരുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ദേ ഹാഡൻ കംപ്ലീറ്റഡ് ദെയർ വർക്ക് ബിഫോർ വി അറൈവ്, ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് അവർ അവരുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഹി ഹാഡൻറ്റ് സ്ലെപ്റ്റ്, അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ബിഫോർ ഐ കോൾഡ്, ഞാൻ വിളിക്കുന്നതിന് മുമ്പ്. ഹി ഹാഡൻറ്റ് സ്ലെപ്റ്റ് ബിഫോർ ഐ കോൾഡ്, ഞാൻ വിളിക്കുന്നതിന് മുമ്പ് അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ആശയം വരുന്നത്. ഓക്കെ, ഇനി ഇതിൽ നെഗറ്റീവ് ക്വസ്റ്റ്യനും സാധ്യമാണ്. അവിടെ ഹാഡൻറ്റ് എന്നുള്ളതിന് ഫസ്റ്റ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഹാഡൻറ്റ് യു ഹാഡ് ഡിന്നർ, നീ ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ഹാഡൻറ്റ് യു കംപ്ലീറ്റഡ് യുവർ വർക്ക് ബിഫോർ ദ മാനേജർ കോൾഡ്, മാനേജർ വിളിക്കുന്നതിന് മുമ്പ് നീ നിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. ഹാഡൻറ്റ് ഹി സ്ലെപ്റ്റ്, അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ ഇവിടെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ എന്ത് ഉപയോഗിക്കുമ്പോൾ എന്താണ്, ഒരു പ്രവർത്തനം ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ എന്നാണ് അവിടെ മീനിങ് ഒരു ആശയം വരുന്നത്. ഓക്കെ, WH നമുക്ക് സാധ്യമാണ്. WH ഫോർമാറ്റ് മനസ്സിലാക്കിയ WH നമുക്കിവിടെ സാധ്യമാണ്. WH ഓക്സിലറി സബ്ജക്റ്റ് ആണ്. അപ്പോൾ വാട്ട് ഹാഡ് ഹി ഹാഡ്, അവൻ എന്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ദെൻ ഹൗ മച്ച് ഹാഡ് ഹി പെയ്ഡ്, അവൻ എത്ര പേ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് വാട്ട് ഹാഡ് ദേ ടേക്കൺ, അവർ എന്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ എന്ത് പ്രവർത്തനം ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കാൻ നമുക്ക് WH ആഡ് പ്ലസ് V3 ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സാധിക്കുമെന്നുള്ള. അപ്പോൾ ഈ പാസ്റ്റ് പെർഫെക്റ്റ് എന്നുള്ള ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന് ഉണ്ടായിരുന്നു എന്ന് പറയാൻ, പൊസഷനെ പറയാൻ നമുക്ക് ഹാഡ് ഉപയോഗിക്കാം. ഇപ്പോൾ ഐ ഹാഡ് എ മീറ്റിംഗ്, എനിക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഐ ഹാഡ് എൻ ഇന്റർവ്യൂ ലാസ്റ്റ് വീക്ക്, കഴിഞ്ഞ ആഴ്ച എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആൻഡ് ദേ ഹാഡ് എ മീറ്റിംഗ്, അവർക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ പ്രവർത്തനങ്ങളിലേക്ക് വരുമ്പോൾ ഹാഡിന്റെ കൂടെ V3 ആണ് ഉപയോഗിക്കാം. ഐ ഹാഡ് സ്ലെപ്റ്റ്, ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് ഇൻവൈറ്റഡ് ദം, ഞാൻ അവരെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു പ്രവർത്തനം ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു വസ്തു ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാനാണ് എന്ത് ചെയ്യുന്നത്, പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്ലാസ് എന്ത് ചെയ്യുക, വീണ്ടും വീണ്ടും കേട്ടുകൊണ്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക, അത് പ്രാക്ടീസിലേക്ക് കൊണ്ടുവരിക. അങ്ങനെയാണ് നമുക്കതിൽ ഒരു സ്കിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നിരന്തരമായിട്ട് എന്ത് ചെയ്യുക, ഈ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു വെരി മച്ച്.